ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്നലെ രാത്രിയും ഇപ്പോഴൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ്. നല്ല മഴ പെയ്ത് നല്ല തണുത്തു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മഴ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചോറ് തന്നെയാണ് കേട്ടോ. തേങ്ങാപ്പാൽ കൊണ്ടാണ് കേട്ടോ ചോറ് ഉണ്ടാക്കിയിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചോറ് ഈ മഴയത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലെ എന്നോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് നല്ല നല്ല കമൻസൊക്കെ എല്ലാവരും ഇടുന്നുണ്ട്. ഞാൻ എല്ലാവരും കമൻസും വായിക്കുന്നുണ്ട്. എല്ലാം നല്ല നല്ല കമൻസാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം തേങ്ങാച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് പച്ചക്കറികളും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാരറ്റ്, ഒരു കഷ്ണം ക്യാപ്സിക്കം, 3-4 ബീൻസ് എല്ലാം കൂടി ചെറുതാക്കി എരിയുന്നുണ്ട് കേട്ടോ. നമുക്കിഷ്ടമുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടോ പച്ചക്കറികൾ അതൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടായ പച്ചക്കറികളാണ് എടുത്തത്. ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊണ്ടുവന്നു കേട്ടോ. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂണ് നെയ്യും ഒരു 2 സ്പൂണ് വെജിറ്റബിൾ ഓയിലും ഒഴിച്ച് കൊടുത്തു കേട്ടോ. അതിലേക്ക് കുറച്ച് കാഷ്നട്ട് കൊണ്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കാഷ്നട്ട് കുറച്ചൊന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കാഷ്നട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അതിന് ശേഷം അതിലേക്ക് 2 പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്കായ, ഒരു ബേ ലീഫ് എല്ലാം ഇട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സബോളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്കായ എല്ലാം കൂടി ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു ചെറിയ സബോള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടിയും ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയും പട്ട, ഗ്രാമ്പു എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളുണ്ടല്ലോ. ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, കുറച്ച് 3-4 കോവയ്ക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ മറന്നു. 4 കോവയ്ക്കും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുണ്ടായിരുന്നതൊക്കെ ഞാൻ കുറച്ച് എടുത്തതാണ്. അപ്പോൾ എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് പോലെ വഴറ്റുണ്ട് കേട്ടോ. ഈ പച്ചക്കറികളും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഹെൽത്തി തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒരുപാട് എരിവും മുളകൊന്നും ചേർക്കേണ്ടയും കാര്യമില്ല. അപ്പോൾ എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ചോറിനും പച്ചക്കറികളും എല്ലാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തു. ഒരുവിധം നല്ലപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പച്ചക്കറികളൊക്കെ ഒന്ന് പകുതി വേഗമാകുന്നത് വരെ പതുക്കെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുന്നുണ്ട്. ഒരുവിധമൊക്കെ നല്ലപോലെ എന്ത് വേവാറായിട്ടുണ്ട് കേട്ടോ. നൈസായിട്ടാണ് അരിഞ്ഞേക്കുന്നത്, അതുകൊണ്ട് വേഗം. അതിലേക്ക് ഞാൻ 1 കപ്പ് ബസ്മതി അരി കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം വലാനായിട്ട് വെച്ചതാണ് 1 കപ്പ് അരി. അപ്പോൾ അരി കൂടി ചേർത്ത് ഈ പച്ചക്കറി കൂടെ അരിയും കൂടിയും ചേർത്ത് ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ബസ്മതി അരിയാണ് കേട്ടോ. അപ്പോൾ അരി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ പച്ചക്കറികളും അരിയും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അരി ഓരോന്നിങ്ങനെ പൊട്ടാൻ തുടങ്ങും. ആ പൊട്ടാൻ തുടങ്ങുന്നത് വരെ നമുക്കൊന്നിങ്ങനെ ഇളക്കിയെടുക്കണം കേട്ടോ.
അരി ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ പൊരിയാൻ തുടങ്ങുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നല്ല കളറാണ് കേട്ടോ. അപ്പം നല്ല പച്ച കളറും ക്യാരറ്റിൻ്റെ കളറും നല്ലൊരു അരിയുടെ വെള്ള കളറും എല്ലാം കൂടിയപ്പോൾ നല്ലൊരു കളർഫുൾ തന്നെയായി. ഇത് അരി ഇങ്ങനെ ഓരോന്നോരോന്ന് പൊട്ടാൻ തുടങ്ങി കേട്ടോ. അതിനുശേഷം അരി ഇങ്ങനെ പൊട്ടി വന്നപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 2 കപ്പ് തേങ്ങാപ്പാൽ വെള്ളം ചേർത്തിട്ടാണ്, ഒരു തേങ്ങയുടെ പാല് വെള്ളം ചേർത്ത് പാലെടുത്തതാണ്. 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നുമില്ല. 1 കപ്പ് അരിക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ. അതും ഈ അരി കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. തേങ്ങാപ്പാൽ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കേട്ടോ. ശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. വീണ്ടും അപ്പോൾ അടുപ്പ് തുറന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുപ്പ് തുറന്നപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒരുവിധം വറ്റി അരി വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ നമുക്കൊന്ന് ഇളക്കിയിടാം കേട്ടോ. അരിയൊക്കെ ഒരുവിധം വെന്തു. ആ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് അരിയൊക്കെ വെന്തത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്, അരി വേവാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ പൊത്തി ഒന്നും കൂടി 1 മിനിറ്റ് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് വീണ്ടും അടച്ചു വെച്ചു. വീണ്ടും അടുപ്പ് തുറന്ന് അപ്പോൾ പാകമായി കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുകയാണ്. നല്ലപോലെ ഇങ്ങനെ ചോറ് നല്ലപോലെ വെതറി വന്നു. നല്ല ചോറായി കേട്ടോ. പാകത്തിന് അരി വെന്തു, തേങ്ങാപ്പാലിൽ കിടന്ന് ചോറ് നല്ലപോലെ ഇങ്ങനെ വെതർന്ന് ഇങ്ങനെ ഉലർന്നു വന്നു ചോറ്. 1 മിനിറ്റ് ഒന്നും കൂടി അടച്ചു വെച്ചു കേട്ടോ. അടച്ചു വെച്ച് വീണ്ടും നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി. അതിനുശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. മല്ലിയില ചേർത്ത് കൊടുത്തു. നമ്മൾ വറുത്ത് വെച്ചിരുന്ന കാഷ്നട്ടും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പം നല്ലപോലെ ഒന്ന് ഗർണിഷ് ചെയ്തു. മല്ലിയിലയും കാഷ്നട്ടും കൂടി ഗർണിഷ് ചെയ്തു. നല്ലൊരു തേങ്ങാപ്പാൽ ചോറ് തന്നെയായിരുന്നു കേട്ടോ. ഇഷ്ടമായി. നല്ല ചോറ് തന്നെയായിരുന്നു. നല്ല സ്വാദുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.